ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാനും ഹസ്ബൻഡും രണ്ടുപേരും സിവിൽ ഫീൽഡാണ്. പക്ഷേ ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യവും. അപ്പം ഇഷ്ടമല്ലാത്ത ജോലി നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം ഞങ്ങളൊന്ന് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. എന്നെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്തിട്ട് അതൊന്ന് സമ്പാദിക്കാൻ പറ്റിയ അന്ന് നമ്മൾ ഈ ചെയ്യുന്ന ജോലി നിർത്താലോ എന്നുള്ളത്. ഫുഡ് വീഡിയോ കണ്ടിട്ട് ഫുഡിന്റെ പേജ് സ്റ്റാർട്ടാക്കി ഫുഡ് റിവ്യൂ എടുക്കാൻ പോയതൊന്നല്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ വിചാരിച്ചു ഒരു ആർക്കിടെക്ചറൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് ഇറങ്ങിയാലോ എന്നുള്ളത്. ഇനിയിപ്പോൾ അത് കോഴ്സൊക്കെ എടുത്ത് പഠിച്ചു വരുമ്പോൾ കുറച്ച് സമയമാവില്ല. പിന്നെ അതിനുള്ള ഒരു സെറ്റപ്പും അല്ല ഇപ്പം. അപ്പം ഞങ്ങൾ വിചാരിച്ചു കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോകൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയാലോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങളെ മനസ്സിൽ വന്ന ഒരു ചെറിയ ഐഡിയക്ക് ഞങ്ങളൊരു പേരിട്ടു എലഗൻറ്റ് സ്പേസ്. അങ്ങനെ ആദ്യമായിട്ടൊരു ഹോം ടൂർ ഷൂട്ട് ചെയ്യാൻ കിട്ടി. അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ദിവസം തന്നെ 1K വ്യൂസ്, സെക്കൻഡ് ഡേ 2K, അങ്ങനെ അത് പോയി 10K വരെ ആയി. ചാനൽ തുടങ്ങി ആദ്യത്തെ വീഡിയോ തന്നെ അത്രയും റീച്ച് കിട്ടിയപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ശരിക്കും ഞെട്ടി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും വ്യൂ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒരു മോട്ടിവേറ്റ് ആയി. മറിച്ച് ആകെ കുറച്ച് വ്യൂസാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ ഡൗൺ ആയേനെ. നിർത്താനൊന്നും പോണില്ല, പക്ഷെ എന്നാലും ചിന്തിക്കല്ലോ അല്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് ഇത്ര വ്യൂസ് അല്ലേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത്. ഇപ്പം അതിൽ 7 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉള്ള 7 വീഡിയോസ്. ആ 7 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എല്ലാ വീഡിയോസും അത്യാവശ്യം നല്ല വ്യൂസ് തന്നെ കിട്ടി. ഇന്ന് ആ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സായി. നമ്മൾ എഫേർട്ട് ഇടുന്ന ഒരു കാര്യത്തിന് റിസൾട്ട് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവില്ലേ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ടൂർ എടുക്കണമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ അടിപൊളി വീഡിയോ കാണുമ്പോൾ അവർക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കും, വന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന്. അപ്പോൾ അവർ ഓക്കെ എന്ന് പറയും. പക്ഷെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ഇത് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേജും റീച്ച് ആവും. പക്ഷെ നമുക്ക് ഉള്ള ജോലി കളഞ്ഞിട്ട് മൊത്തമായിട്ട് ഇതിനെ ഇറങ്ങാനും വയ്യ. കാരണം എന്തെങ്കിലുമൊക്കെ ഇത് സക്സസ് ആകും നമ്മളെ ജോലി നിർത്താം എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ നമ്മളിത് തുടങ്ങിയത്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ച് എനിക്ക് കിട്ടിയൊരു വീടാണ് ഇത്. മലപ്പുറത്ത് ചങ്ങരംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ വീടുള്ളത്. ആ ചോദിച്ച കൂട്ടത്തിൽ എനിക്ക് മലപ്പുറം തന്നെ വേങ്ങരയിലും ഒരു വീടിന്റെ ഷൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 വീടും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റർഡേ ലീവ് എടുത്ത് സാറ്റർഡേയും സൺഡേയും വീട്ടിലേക്ക് എത്തി. ഈ വീട്ടുകാരും നല്ല കമ്പനിയായിരുന്നു കേട്ടോ. ഞാനേ ഈ കുട്ടികളോട് പെട്ടെന്ന് കമ്പനിയാവും. അപ്പൊ എനിക്ക് ഈ ഹോം ടൂർ ചെയ്യാൻ പോണ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഇതാണ്. എത്രയല്ല പഠിക്കണേ? അവിടുത്തെ കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ച് കമ്പനിയായിട്ട് അവരുടെ കൂടെ ഒക്കെ ഒരു സെൽഫി ഒക്കെ എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി വീടായിരുന്നു കേട്ടോ. ഞങ്ങൾ ലിങ്ക് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോ നാളെ കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പാർത്ഥിവിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞു. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. വരുന്ന വഴിയൊക്കെ നല്ല അടിപൊളി വഴികളായിരുന്നേ. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ മഴക്കാറുണ്ടായിരുന്നു. നല്ല മഴ പെയ്യും. ഈ ഒരു ഫ്രെയിം മഴയത്ത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ, 2ാമത്തെ ദിവസം. ഈ ഷൂട്ട് വരുന്നത് വേങ്ങരയാണ്. ഇന്നത്തെ ഷൂട്ട് എവിടെ അറിയോ? വേങ്ങരയാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം വേണം നിലമ്പൂർ പോകാൻ. നോക്കാം, മഴ പെയ്യ ദൈവത്തിന് അറിയാം. പോയി നോക്കട്ടെ എന്തായാലും. അങ്ങനെ നമ്മൾ വേങ്ങരെത്തി. ഈ വീട് കാണാൻ നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഒരു ക്യൂട്ട് വീട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വീടായിരുന്നു. ശരിക്കും ഇതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം 1 ഇയർ ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. അവർ നല്ല രീതിയിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡി എക്കോ ആർക്കിടെക്ട്സ് ആണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 3000 എബോവ് വരുന്നുണ്ട് സ്ക്വയർ ഫീറ്റ്. അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ വീടിൻ്റെ അകത്ത്. വീട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന ദിവസം അവിടെ ഹൗസ് ഓണേഴ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവരുടെ ഫാദറും അതുപോലെ തന്നെ അവരുടെ ബ്രദറും ഫാമിലിയൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഈ ബെഡ്റൂം പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ കളർ തീമൊക്കെ നല്ല അടിപൊളിയായിരുന്നേ. അങ്ങനെ ഷൂട്ട് ചെയ്ത് ക്ഷീണിച്ച് ഞങ്ങൾക്ക് അവർ മാംഗോ ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീണ്ടും ഷൂട്ട് തുടങ്ങി.
ഈ വീട്ടിൽ താഴെ 2 ബെഡ്റൂം വരുന്നുണ്ട്, മുകളിലൊരു ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു കിഡ്സ് ബെഡ്റൂമും വരുന്നുണ്ട്. നേരത്തെ എനിക്ക് പേഴ്സണലി ഒരു ബെഡ്റൂം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഏകദേശം സെയിം മോഡൽ തന്നെയാണ് ഇത് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൽ പുറത്തേക്ക് ഒരു ബാൽക്കണിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിഡ്സ് ബെഡ്റൂം. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ പേജിലല്ല കേട്ടോ, ഞാൻ വേറെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അതെ, നല്ല വീടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ല അടിപൊളി വീടാണ്. എന്തായാലും 1 year ആയി, പക്ഷെ കുഴപ്പമില്ല, അവർ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം അടുത്ത ഷൂട്ട്. അത് നിലമ്പൂര്. അപ്പം ഞാൻ പോട്ടെ. അങ്ങനെ ഈ വീടിൻ്റെ അടുത്ത് ബൈ ബൈ പറഞ്ഞിറങ്ങി. പക്ഷേ ഭയങ്കര മഴയായിരുന്നു കേട്ടോ, നല്ല മഴയാണ്. ഞങ്ങൾ പോവാൻ വേണ്ടി നിന്നിട്ട് ആകെ പെട്ടുപോയി. വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നിലമ്പൂരിലേക്ക് പോവാൻ നിൽക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒന്ന് മഴ പെയ്തിട്ട് കയറി നിന്നു, അതാണ് കേട്ടോ അപ്പോൾ കണ്ടത്. അപ്പം ഈ ഒരു ഭാഗം കണ്ട എല്ലാവർക്കും അറിയാമല്ലോ നിലമ്പൂർ എത്തി എന്നുള്ളത്, നമ്മൾ മലപ്പുറംകാർക്ക് പ്രത്യേകിച്ച്. അങ്ങനെ ആ വഴിയൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് പോകുമ്പോഴാണ് പെട്ടെന്ന് വീണ്ടും മഴ പെയ്തത്. അങ്ങനെ മഴ പെയ്ത് ഞങ്ങൾ ആകെ നനഞ്ഞു. ഷൂട്ട് ചെയ്യാൻ പോകാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഷൂട്ട് ക്യാൻസൽ ചെയ്തു. ഞങ്ങൾ വരുന്നില്ല എന്ന് അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു. പിന്നെ എന്തായാലും മഴയൊക്കെ കൊണ്ട് നനഞ്ഞതല്ലേ, ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന, തൊട്ടടുത്തല്ല കുറച്ച് അവിടുന്ന് ബാക്കിലോട്ട് പോന്നിട്ട് ഒരു കടയിലൊക്കെ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ തിരിച്ചു വരുമ്പോൾ അത്ര വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, മഴ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം നല്ല കോമഡി ആവും എന്തായാലും. അപ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് മഴ കൊണ്ടാലും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നേരെ വീട്ടിലെത്തിയതാ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ബൈ ബൈ ഒക്കെ പറഞ്ഞു. പിന്നെ നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്നും ബിരിയാണിയും ചിക്കനൊക്കെ കഴിച്ചിട്ട് നേരെ ട്രെയിൻ കയറാൻ പോവാണ്, തിരിച്ച് ആലുവയിലേക്ക് പോകാൻ വേണ്ടി. രാത്രി 10:30 ട്രെയിനാണ് പോകുന്നത്. നല്ല തിരക്കായിരുന്നു, കാരണം ഒന്നാമത്തെ കാര്യം സൺഡേ ആണല്ലോ. പിന്നെ ഞങ്ങൾ ഒരു 3-4 മണിക്കൂറിന് ശേഷം ആലുവ എത്തി, നേരെ ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി. അങ്ങനെ രാത്രി 12 മണി കഴിഞ്ഞില്ലേ, 1 മണിയായി ഞങ്ങൾ വീട്ടിലെത്തി. നെക്സ്റ്റ് എന്തായാലും നല്ല രസമുള്ള പരിപാടിയായിരുന്നു കേട്ടോ, മഴ വെയിൽ ഹോം ടൂർ ഒക്കെ കൂടെ. എന്തായാലും നീ അതെ ചെറുതായിട്ട് ഛർദ്ദിച്ചു. അപ്പം എന്തായാലും 2 ദിവസം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഹോം ടൂറിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതെന്തായാലും നിങ്ങൾ പോയി കാണണം. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.